ഇതിന്റെ നേതൃത്വങ്ങൾക്ക് എല്ലാവിധമായിരിക്കുന്ന വന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്ന് നാം ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ഒരു പ്രഭാതം സർവശക്തനായ ദൈവം നമുക്ക് നൽകുവാനിടയായി. കഴിഞ്ഞ രാത്രിയിൽ നാം വിശ്രമിച്ചു. ആ വിശ്രമത്തിലൊക്കെ ദൈവത്തിന്റെ തികവുറ്റ പരിപാലനം കൂടെ ഇരുന്നു. ആരും നമ്മെ തട്ടിയുണർത്തിയതുകൊണ്ട് നാം എഴുന്നേറ്റതല്ല, മറിച്ച് വേദപുസ്തകത്തിന്റെ വിശ്വാസത്തിലേക്കകത്ത് നിന്നുകൊണ്ട് ബൈബിൾ വിളിച്ചു പറയുന്നു, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രി അനേകരുടെ വിശ്രമം മരണത്തേക്കുള്ള വാതിലുകളായി മാറിയപ്പോൾ, കഴിഞ്ഞ രാത്രിയിലെ വിശ്രമം അനേകർക്ക് മാരകമായ രോഗങ്ങളിലേക്കുള്ള ഒരു വാതിലുകളായി മാറിയപ്പോൾ, നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ഒരാനന്ദപ്രദമായ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രഭാ നൽകിയ ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ശ്രേഷ്ഠന്മാരായ അഭിഷേകന്മാരിൽ കൂടെ നമ്മുടെ കഥാവിന്റെ ആഹ്വാനമായ സുവിശേഷപരമായ ചിന്തകൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ദൈവ സന്ദേശങ്ങൾ വിവിധ അഭിഷേകന്മാരിലൂടെ വിവിധ നിലവാരങ്ങളിൽ ദർശിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും അവസരം നൽകി. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അഭിഷേകന്മാർക്ക് മുൻപുമൊക്കെ ഇനിയും പ്രസംഗിക്കുവാനുണ്ട്. എല്ലാവരെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ മഹത്വം ഈ പ്രവർത്തനത്തിനോടുകൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കാലോചിതവും കാലിക പ്രസക്തമായിരിക്കുന്ന ഒരു വലിയ ചിന്തയാണ് ദൈവദാസന്മാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് പ്രത്യേകമായിരിക്കുന്ന അഭിനന്ദനം ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ അറിയിക്കുകയാണ്. നമ്മളിൽ നന്യമായിക്കൊണ്ടിരിക്കുകയും പ്രത്യേകമായിരിക്കുന്ന ഒരു ആവശ്യബോധമില്ലെന്നുള്ള ചിന്ത ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്രിസ്തുവിന്റെ മഹാനിയോഗത്തെ ഒരു പുസ്തക വിഷയമാക്കി എടുക്കുവാൻ നിങ്ങൾക്ക് കാണിച്ച എല്ലാ ആത്മീക ദർശനത്തെയും സർവ്വജ്ഞനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മഹാനിയോഗത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു എളിയദാസനാണെന്ന് കൂടെ എനിക്ക് നിങ്ങൾ ഓർപ്പിക്കുവാനുണ്ട്. ഈ നമ്മുടെ ഈ ഭാരത മണ്ണിലേക്ക് ക്രിസ്തുവിന്റെ മഹാനിയോഗം ഏറ്റെടുത്ത് വന്ന നിരവധി മിഷണറി വീരന്മാരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ തരുണത്തിൽ നാം സ്മരിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം ദേശത്തെയും നാടുകളെയും അവരുടേതായിരിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഭാരത മണ്ണിന്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി വായനയിൽ കിട്ടിയ ഒരളവ് വെച്ച് പറയുമ്പോൾ ഭൂതങ്ങൾ നൃത്തം ചെയ്യുന്ന ഭാരതത്തിന്റെ ദുഷ്ടവും നീചവുമായിരിക്കുന്ന അനാചാര ദുരാചാരങ്ങളിലേക്ക് കടന്നു വന്ന് അവരുടെ സ്വന്തങ്ങളെ വലിച്ചെറിഞ്ഞ് ഭാരതത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഇവിടെ വിതയ്ക്കുവാൻ കടന്നു വന്ന മിഷണറി വീരന്മാർ ഇത്തരത്തിൽ നമ്മുടെ പ്രശംസയ്ക്ക് ഉതകുന്ന വ്യക്തിത്വങ്ങളാണ്. അഗ്രഗരായിരിക്കുന്ന നിരവധി അഭിഷക്തന്മാർ ആ നിലവാരത്തിലുണ്ട്. എന്റെ ജീവിതത്തിന് വളരെ പ്രചോദനമായി മാറിയത് വില്യം എന്ന് പറയുന്ന ദൈവദാസന. ബൈബിൾ നമ്മുടെ കയ്യിൽ എത്തുവാൻ തക്കവണ്ണം സ്വന്തം രാജ്യത്തെ ഉപേക്ഷിച്ച് ഈ ദേശത്ത് കടന്നു വന്ന് ഇവിടെയുള്ള കാലാവസ്ഥയുടെ പടപുരുതി, പ്രതികൂല സാഹചര്യങ്ങളോട് പടപുരുതി, ഭ്രാന്തിയായിരിക്കുന്ന ഭാര്യയെ ഒരു മുറിയിൽ അടച്ചിട്ട് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാതെ ആ ദൗത്യത്തെ അക്ഷീണം നിർവഹിച്ചുകൊണ്ട് ബൈബിൾ എന്ന ഈ സനാതന ഗ്രന്ഥം നമ്മുടെ കൈകളിൽ എത്തിച്ചു തരുവാൻ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ തരുണത്തിൽ സ്മരണീയമാണ്. അതോടൊപ്പം തന്നെ സ്വന്തം മകനെ സ്വന്തം കൈകൊണ്ട് അദ്ദേഹം മരണത്തിന് ശേഷം സ്വന്തം കൈയാൽ കുഴിവെട്ടി അടക്കിയ ഒരു പിതാവാണ് വില്യം എന്ന് പറയുന്ന ആ മഹാരഥൻ. ഇങ്ങനെ ദൈവിക നിയമങ്ങൾ ഏറ്റെടുത്ത് വന്ന മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് വലിയ സുവിശേഷനായിരിക്കുന്ന എനിക്കും ആ മഹാനിയോഗത്തിനകത്ത് ഒരു ഭാഗമാക്കുവാൻ ലഭിച്ചെന്നുള്ളതിൽ വളരെ ഞാൻ സന്തോഷിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഞാൻ നന്ദിയോടെ ഈ തരുണത്തിൽ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിക്കേണ്ടതിന് വേണ്ടി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇതിന് ഉപകരണമായി മറ്റൊരു തിരുവെഴുത്തുകൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. വിശുദ്ധ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു.
പുതിയ നിയമത്തിലെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മത്തായി എഴുതിയ സുവിശേഷം. വിവിധ നിലവാരങ്ങളിൽ ക്രിസ്തുവിന്റെ ദർശനം ഉൾക്കൊണ്ട ഈ ഭക്തന്മാർ മത്തായി ലഭിച്ചിരിക്കുന്ന വീക്ഷണം ക്രിസ്തുവിലെ രാജത്വം എന്നൊരു ദർശനമാണ്. ആ രാജത്വത്തിന്റെ കെട്ടും തനിമയും ഭാവമൊക്കെ ആ പുസ്തകത്തിനകത്ത് നമുക്ക് ദർശിപ്പാൻ കഴിയും. ഒരു രാജാവ് എന്ന നിലയിൽ യേശുക്രിസ്തുവിനോട് അവതരിപ്പിക്കുമ്പോൾ അധികാരത്തിന്റെ പ്രതിഫലനങ്ങൾ തന്റെ മിനിസ്ട്രിക്കകത്തൂടെ വെളിപ്പെടുന്ന ഒന്നിലധികം സംഭവങ്ങളെ ഈ മത്തായി സുവിശേഷത്തിൽ നമുക്ക് ദർശിപ്പാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞു വരുന്ന ചിന്തയ്ക്ക് മത്തായി സുവിശേഷം 7, 8, 9 അധ്യായങ്ങൾ പഠിച്ചാൽ 7-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിലുള്ള അധികാരം നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ അന്നത്തെ പ്രബലമായിരിക്കുന്ന യഹൂദ മതത്തിന്റെ പരീക്ഷ സദൂക്യ മണ്ഡലങ്ങളിൽ അവരുടെ വക്താക്കരോ ഗുരുക്കരോ പറയാത്ത ആധികാരികതയുള്ള ഉപദേശങ്ങൾ ക്രിസ്തുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ഉപദേശത്തിലെ ക്രിസ്തുവിന്റെ അധികാരത്തെ കാണാൻ കഴിയും. 8-ാം അധ്യായം പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള ക്രിസ്തുവിന്റെ അധികാരം നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ അധികാരം രോഗത്തിന്റെ മേലുള്ള അധികാരമാണ്. 2ാമത്തെ അധികാരം പ്രപഞ്ചത്തിന്മേലുള്ള അധികാരമാണ്. 3ാമത്തെ അധികാരം സാത്താന്യ വ്യൂഹങ്ങളുടെ മേലുള്ള അധികാരമാണ്. 9-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പാപത്തിന്റെ മേലുള്ള ക്രിസ്തുവിന്റെ അധികാരം വെളിപ്പെടുത്തുന്നു. വിഷയം വിട്ടുപോകുന്നില്ല. 28-ാം അധ്യായമാണല്ലോ നമ്മുടെ പ്രസംഗത്തിന്റെ പ്രമേയം, വാക്യങ്ങൾ ഉൾക്കൊണ്ടു നിൽക്കുന്നത്. 28-ാം അധ്യായത്തിൽ നാം കാണുന്ന അധികാരം ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് കൊടുത്ത ഒരു ഉത്തരവാദിത്വപരമായിരിക്കുന്ന അധികാരമാണ്. ആ അധികാരം എന്തെന്ന് ചോദിച്ചാൽ, ഈ സുവിശേഷത്തിന്റെ സത്യങ്ങൾ ഉൾക്കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള മഹത്വകരമിരിക്കുന്ന ഒരു അധികാരമാണ് ശിഷ്യഗണങ്ങൾക്ക് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കൊടുക്കുവാനിടയായി തീർന്നത്. ശ്രദ്ധിക്കണം, ഈ ബൈബിളിൽ പറയുന്ന ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമായി മാറാറുണ്ട്. ഇന്ന് ആത്മീയ ദൗത്യം ഏറ്റെടുത്ത് സുവിശേഷത്തിന്റെ രണാങ്കണത്തിൽ പടവരുന്ന എന്നെ പോലെയുള്ള അഭിഷിക്തന്മാരൊക്കെ ഉണ്ട്. എന്നാൽ പലരുടെയും ദർശനവും വീക്ഷണവും വികലമാണ്. എന്ന് ചോദിച്ചാൽ പെന്തക്കോസ്തരെ വാർത്തെടുക്കുക എന്നുള്ളതല്ലായിരുന്നു ക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നതിനകത്ത് യേശു ഉണ്ടാക്കിയെടുത്തത്. യേശു ക്രിസ്തുവിന്റെ ആഹ്വാനം മഹാനിയോഗത്തിനകത്ത് വസ്തുനിഷ്ഠമായി മറഞ്ഞു കിടക്കുന്ന ആത്യന്തികമായിരിക്കുന്ന ദൈവിക പദ്ധതി പെന്തക്കോസ്തരെ വാർത്തെടുക്കുകയല്ല, മറിച്ച് ശിഷ്യന്മാരെ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭയല്ല എന്നുകൂടെ ദൈവമക്കൾ മനസ്സിലാകണം. പെന്തക്കോസ്ത് നാളിൽ ഈ നമ്മൾ ഒന്നിച്ചു കൂടി വന്ന് പിതാക്കന്മാർ ആരാധിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരിലോ ആധ്യാത്മിക മേഖലകളിലോ ഉണ്ടായിരുന്ന ഒരു പ്രയോഗമായിരിക്കണം നമ്മുടെ സഭയ്ക്ക് പെന്തക്കോസ്ത് എന്ന വിഭാഗം എന്ന് പേരുണ്ടാകുന്നിടയായത്. അതുകൊണ്ട് പെന്തക്കോസ്ത് ഒരു സഭയല്ല, അതൊരു പെരുന്നാളാണ്. എന്നാൽ തിരിച്ചറിയണം, നമ്മുടെ ഏറ്റവും വലിയ അജണ്ട പെന്തക്കോസ്തരെ വാർത്തെടുക്കുന്നതിനേക്കാൾ ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. കാരണം യേശു ശിഷ്യന്മാർക്കാണ് അപ്പോസ്തലന്മാർ എന്ന് പേരിട്ടത്. അപ്പോൾ യേശുവിന്റെ ഈ മഹാനിയോഗത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന പ്രഥമമായ അജണ്ട എന്ന് പറയുന്നത് ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ഈ ബൈബിൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന ദൈവം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു മിഷണറി ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നിലധികം വേദഭാഗങ്ങൾ സന്ദർഭോചിതമായി എനിക്ക് പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ബൈബിൾ അടിമുടി നമ്മൾ പഠിച്ചാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു മിഷണറി ദൈവമാണ്. അതിന് പോൽവലകമായിരിക്കുന്ന 3 ചിന്തകളുണ്ട്. ഒന്നാമത്തെ ആശയം, പിതാവായിരിക്കുന്ന ദൈവം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇത്യാദി സംഭവങ്ങൾ കൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു മിഷണറി ദൈവമാണെന്ന് വളരെ വ്യക്തമായി തെളിയിക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കുക, ഒന്നിലധികം സന്ദർഭങ്ങൾ അനേകരെ ദൗത്യത്തിന് വേണ്ടി ദൈവം അയച്ചതായിട്ട് കാണുന്നുണ്ട്. പഴയ നിയമത്തിന്റെ തങ്കത്താളുകളിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് മോശയെ മിസ്രയിലേക്ക് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നിലധികം പ്രതിസന്ധികളിൽ കൂടെ ആ ഭക്തൻ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. മോശയുടെ ആയുഷ്കാലം 120 സംവത്സരമാണ്. മാർമിക സത്യങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഈ ആയുസിനെ നമുക്ക് പഠന സൗകര്യാർത്ഥം 3ആയിട്ട് തിരിക്കാൻ കഴിയും. 340കളുടെ സമ്മേളനമാണ് മോശയുടെ ആയുഷ്കാലം. ശ്രദ്ധിക്കണം, ആത്മനിയോഗമുള്ള ദൈവികമായിരിക്കുന്ന നിയോഗമേറ്റെടുത്ത ദൈവിക രണാങ്കണത്തിൽ അടരാടുന്ന ഒരു മനുഷ്യൻ കടന്നു പോകുന്ന 3 മേഖലകൾ ഈ വാക്യത്തിന്, ഈ മോശയുടെ ആയുഷ്കാലത്തിന്റെ ഈ 40 എന്ന് പറയുന്ന 3 സമ്മേളനമായിരിക്കുന്ന അവസ്ഥകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ 40 മോശ മിസ്രൈമിൽ, അടുത്ത 40 വർഷം മോശ മിദ്യാനിൽ, അടുത്ത 40 വർഷം മോശ മരുഭൂമിയിൽ. ഈ 3 ചിന്തകളെയും 3 അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ 40 വയസ്സുകാരനായ മോശ ഈ രാജകുമാരനായ മോശയാണ്. അടുത്ത 40 വയസ്സുകാരനായ മോശ ഇടയനായ മോശയാണ്. അടുത്ത 40 വയസ്സുകാരനായ മോശ ഒരു പ്രവാചകനായ മോശയാണ്. ദൈവത്തിന് ആവശ്യം
ഒരു ഇടയനെയല്ല. ദൈവത്തിന് ആവശ്യം ഒരു രാജകുമാരനെ അല്ല, ദൈവത്തിന് ആവശ്യം ഒരു പ്രവാചകനെയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെയോ രാജ്യത്തിന്റെയോ വിദേശ രാജ്യങ്ങളുടെയോ ഏതൊക്കെ അതിർത്തിക്കകത്ത്, ഒരു നാട്ടുവരകൾക്കകത്ത് ദൈവിക ദൗത്യത്തെ മറന്ന്, ദൈവിക ആഹ്വാനങ്ങളെ മറഞ്ഞ്, സുവിശേഷ വേലയോടുള്ള അതിർത്തി നിമിത്തമായി ഒരു ഒളിച്ചോട്ടം എന്ന നിലയിൽ ഔദ്യോഗിക മേഖലകളൊക്കെ വിരാജിച്ച് പലപ്പോൾ ദൈവശബ്ദം കേട്ടിട്ടും അഭിഷക്തന്മാരുടെ ആഹ്വാനങ്ങൾ ദർശിച്ചിട്ടും നേരിട്ട് ദൈവിക ദർശനങ്ങളൊക്കെ പ്രാപിച്ചിട്ടും ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ഈ സമയത്ത് തന്നെ ശ്രവിക്കുന്നെങ്കിൽ, മാന്യകുടപ്പുറപ്പേ, നിങ്ങളകത്ത് ഒരു പ്രവാചകനെ ദൈവം ദർശിക്കുന്നു, നിങ്ങളിൽ ഒരു അഭിഷക്തനെ ദൈവം ദർശിക്കുന്നു. നിങ്ങളൊരു പക്ഷേ പദവി കൊണ്ട് രാജകുമാരനായിരിക്കാം. ആ രാജകുമാരനായിരിക്കുന്ന മോശയെ ദൈവം ഇടയനാക്കി മാറ്റിയതിന്റെ പിന്നിലുള്ള ചേതോവികാരം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവനെ ഒരുക്കുകയായിരുന്നു. അതിനുവേണ്ടി എന്താണ് സംഭവിച്ചത്? ഒരു കൊലപാതക രീതി സംഭവിച്ചു. അത് യാദൃച്ഛികമെന്ന് കരുതുവാൻ കഴിയത്തില്ല. കാരണം ജീവിതത്തിലൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് ഒരു കൊലപാതകം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ അകത്തളത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. കേട്ട ദൈവത്തെ കാണാൻ തമ്പുരാൻ ഒരുക്കിയ വേദിയാണ് മോശയുടെ കൊലപാതകം. ദൈവിക ദൗത്യമുള്ള ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നെങ്കിൽ, ജീവിതത്തിനകത്ത് പ്രത്യേകമായിരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഹോരേബ് മലമടക്കിൽ നിനക്ക് വേണ്ടി ഒരുത്തൻ വെയിൽ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടി ചോദിച്ചാൽ, കാലഘട്ടങ്ങൾക്ക് പിറകിലായി നിന്നിൽ മറഞ്ഞു കിടന്ന ആ ദൈവിക ദൗത്യത്തെ നിർവഹിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാലവും ലോകസംഭവങ്ങളും ഒക്കെ അതിന്റെ അന്ത്യത്തിലേക്ക് ഓടി 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 തികയ്ക്കുവാൻ ഈ കാലമാകുന്ന ഉരലിൽ ഉരഞ്ഞു തീരാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കൂ, ദൈവിക ദൗത്യത്തെ മറന്ന് ഏതെങ്കിലും ഒരു നാൽച്ചുവരകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ വചനം പറയുന്നു, ഇപ്പോൾ സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞ കരുത്തുറ്റൊരു വാക്കുണ്ട്, കാലിക പ്രസക്തിയുണ്ട് ആ വാക്യത്തിന്. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു തരത്തിൽ ഉദ്ധാരണമുണ്ടാകും. ദൈവത്താൽ ആദരിക്കപ്പെട്ടും ഉയർത്തപ്പെട്ടും ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന കേൾക്കുന്ന മാന്യ ഗുണപ്പുറപ്പേ, ദൈവം നിന്നെ ആക്കി വെച്ച തലമുണ്ട്, ദൈവം നിന്നെ ആക്കി വെച്ച ഒരു തസ്തികയുണ്ട്. ആ തസ്തികയിൽ നീ മൗനമായിരുന്നാൽ മറ്റാളുകളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം സത്യമായി മനസ്സിലാക്കണം. ഒരു ഏലിയുടെ മക്കൾക്കും ഏലിക്കും ദൈവശബ്ദം പ്രസക്തമല്ലെങ്കിൽ ഒരു ശമൂവേലിന് ദൈവശബ്ദം കേൾപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവശബ്ദത്തെ കേട്ടിട്ട് മങ്ങി മയങ്ങി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ മുഖത്ത് സുവിശേഷ രണാങ്കണം തരാൻ കഴിയാതെ പ്രാരാബ്ധ ചിന്തകളും ഉപജീവന ചിന്തകളും ഒക്കെ വീർപ്പ് മുട്ടിക്കൊണ്ട് ഒഴിഞ്ഞു മാറിയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഈ പകൽ ശക്തമായി സംവാദിക്കുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ദൈവത്തിന് നഷ്ടമൊന്നുമില്ല. ഏലിയുടെ മക്കൾക്ക് ദൈവിക ദൗത്യത്തെ കുറിച്ചോ ദൈവിക പ്രവൃത്തികളെ കുറിച്ചോ ആശങ്കയോ ആത്മഭാരവും ഇല്ലെങ്കിൽ അതിനകത്തളത്തിൽ നിന്നും ഒരു ശമൂവേലിനെ ഉപയോഗിക്കാൻ ദൈവത്തിന് ഇന്നും പദ്ധതിയുണ്ട്. നമ്മളിൽ കൂടെ നടത്തേണ്ട ദൈവിക ശുശ്രൂഷകൾ മറ്റൊരാളെ കൂടെ നിർവഹിക്കുവാൻ ഇടവരുത്താതെ പഞ്ചപുച്ഛമട ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ ദൗത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ദൈവത്തിന്റെ ആത്മാ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായി പഠിക്കുമ്പോൾ മോശയെ ദൈവം നിയോഗിച്ചയക്കുന്നു, മിഷണറി ദൈവം. ആ ദൈവം ഈ ദൗത്യം ഏൽപ്പിച്ച് മോശയെ അയക്കുമ്പോൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോവുകയാണ്. എന്റെ കൂടെ പുറപ്പെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ സാഹോദരിക ബന്ധങ്ങൾക്കില്ലാത്ത പ്രതിസന്ധി കൂടെ ആയിരിക്കാം ജനിച്ചത്. മോശ ജനിച്ചപ്പോൾ, അഹരോൻ ജനിച്ചപ്പോൾ ഉണ്ടാകാത്ത, മിരിയാം ജനിച്ചപ്പോൾ ഉണ്ടാകാത്ത പ്രശസ്തകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് മോശ ജനിച്ചു വീണത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അഹരോൻ ഇല്ലാത്തൊരു കോളിങ് മോശയ്ക്കില്ലാത്തൊരു, മിരിയാമിനില്ലാത്തൊരു കോളിങ് മോശയ്ക്കുണ്ട്. സാഹോദരിക ബന്ധങ്ങൾക്കില്ലാത്തൊരു ശോധനയും പ്രശ്ന പ്രതിസന്ധികളും ഈ പകൽ ജീവിതത്തിനകത്ത് ഒരു ജാഥയായി, ഒരു കൂടപ്പിറപ്പായി വേട്ടയാടുന്നുണ്ടെങ്കിൽ രണ്ട് കൈയും എടുത്ത് തലയിൽ വെച്ച് ആത്മാവിൽ പറഞ്ഞു, ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. അഹരോന് മേലില്ലാത്തൊരു കോളിങ്, മിരിയാമിന്റെ മേലില്ലാത്തൊരു കോളിങ് ഇന്ന് പകൽ നിന്റെ മേലുണ്ട്. പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകാം, പക്ഷെ നിന്നിലുള്ള പ്രവാചകത്വം, നിന്നിൽ മറിഞ്ഞെടുക്കുന്ന ആ അഭിഷേകം, അതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അപ്പോൾ നിയോഗമുള്ള ദൗത്യം ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. രണ്ടാമത്, നിയോഗം ഏറ്റെടുത്ത ആത്മീക നിയോഗം പ്രാപിച്ച വ്യക്തികൾ അത് നടത്താതിരിക്കുവാൻ അവരിൽ ഭരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് മടിയാണ്. അതിന് മകുടോദാഹരണമായിരിക്കുന്നത് യോനയാണ്. ദൈവികമായിരിക്കുന്ന ദൗത്യം മിഷണറി ദൈവം അവനെ ഏൽപ്പിക്കുന്നു. എന്താണ്? നീ നിലവിലേക്ക് ചെല്ലണം. ഇടങ്കയും വലങ്കയും അറിയാത്ത ഒരു പറ്റം ജനം പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് ജൈത്രയാത്ര ചെയ്യുമ്പോൾ, നരകത്തിന്റെ വക്താക്കളായവർ മാറുമ്പോൾ നീ അവിടെ പോയി പ്രസംഗിക്കണം. ദൗത്യം ഏറ്റെടുക്കാൻ മനസ്സില്ലാത്ത യോന ഈ തർശീസിലേക്ക് കപ്പൽ കൂലി കൊടുത്ത് കയറി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് പദ്ധതി അവനിൽ മറഞ്ഞു കിടന്നതുകൊണ്ട്
യോനയെ കടലിനകത്ത് വിഴുങ്ങുവാൻ ദൈവം മത്സ്യത്തെ കൽപ്പിച്ചാക്കി. ഒരു ദൂരെ ശ്രദ്ധിക്കണം, നീ എത്ര കൂലി കൊടുത്ത്, നീ എത്ര പണം കൊടുത്തുകൊണ്ട് ദൈവിക ദൗത്യത്തിൽ നിന്ന് ഒളിഞ്ഞു മാറി തർസീസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ലോക രാഷ്ട്രങ്ങളുടെ അതിർത്തിക്കകത്ത് മറഞ്ഞു കിടക്കുന്നെങ്കിൽ ദൈവിക ദൗത്യത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് ചില കാറ്റും കുളവും ഒക്കെ അടിപ്പിക്കേണ്ട അന്തരീക്ഷങ്ങൾ വരും. ആ കാറ്റും കുളം അടിച്ച് ഒരു നഷ്ടം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവിക ദൗത്യത്തെ ശിരസാവഹിച്ചുകൊണ്ട് കാലഘട്ടത്തിൽ ശബ്ദമായി തീരാൻ സ്നേഹിത, ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ആശയങ്ങൾ ദൂതകൾ കൈമാറുകയാണ്. ദൈവിക ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു മത്സരത്തിൽ കൂടെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽ തർശീസാകുന്ന ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവിക ദൗത്യം നിർവഹിക്കുവാൻ തടസ്സമായി ഭരിക്കുന്നത് നിങ്ങളുടെ മടിയാണ്. ആ മടി വലിച്ചെറിയൂ. ദൈവം നിങ്ങളുടെ മേൽ വലിയൊരു പദ്ധതിയെ മറിച്ചിട്ടിരിക്കുകയാണ്. ഈ ദൗത്യം നിർവഹിക്കുവാൻ മൂന്നാമതായി തടസ്സം നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കഴിവില്ല എന്ന് പറയുന്ന ഒരു വലിയ ചിന്താഗതിയാണ്. വിദ്യാഭ്യാസമില്ല, ജാതിശ്രേഷ്ഠതയില്ല, കുലശ്രേഷ്ഠതയില്ല, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള കുലരക്ഷിതമായിരിക്കുന്ന പഠനമില്ല, ആധികാരികമായിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്കില്ല, വാക്ചാതുര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ഒത്തിരി പേരെ കാണാൻ കഴിയുന്നുണ്ട്. ബാലനായിരിക്കുമ്പോൾ ദൈവത്തിന് നിയോഗം ലഭിച്ച പുതിയ ബൈബിളിന്റെ ചരിത്രത്തിൽ അനുഗ്രഹീതനായിരിക്കുന്ന കഥാപാത്രമാണ് ഇരമ്യാവ് എന്ന് പറയുന്നത്. ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുന്ന ആളുകളുടെ അടുക്കൽ നീ പോകണം, പോയിട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ നീ അവരോട് പറയണം. അവൻ പറഞ്ഞ ഉപാധി എന്ന് പറയുന്നത്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ദൈവം പറഞ്ഞ മറുപടി, കുഞ്ഞെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് ഞാനാണ്. ദൗത്യം ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു ഉദരത്തിനകത്ത് സന്നിവേശിക്കപ്പെട്ട ഒരു വ്യക്തിത്വമല്ല താങ്കൾ ഏതമ്മയുടെ ഉദരത്തിൽ ജനിച്ചാലും താങ്കൾ അവിടെ ആക്കിയ ഒരു ദൈവമുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് സർവശക്തനായ ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരുമാട്ടെ, ഏത് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച വ്യക്തിയാകട്ടെ, ജാതിയിൽ താഴ്ന്നതോ ഉയർന്നതോ, മതത്തിന്റെ വേലിക്കെട്ടുകൾക്കകത്ത് ആരുമാകട്ടെ, ഞാനെന്ന് പൽക്കാൽ ആത്മാവിൽ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇരമ്യാവിന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ആളുകളുടെ അടുക്കൽ നീ പോകണം, ഞാൻ നിന്റെ അതരത്തോട് കൂടെ ഇരിക്കും. സാമ്പത്തികമായി ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ ഭാരത്തോടും നിരാശയും കൂടെ എന്നെ കൊണ്ടൊന്നും നടത്തില്ലെന്നൊക്കെ വിശ്വസിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകൂ, നിങ്ങളെ വെച്ചിട്ട് ദൈവമുണ്ട്. അവൻ നിങ്ങൾക്ക് കഴിവ് നൽകി ആദരിക്കുന്ന ദൈവമാണെന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവം ഒരു മിഷണറി ദൈവമാണ്. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിശ്വാസം ഒരു മിഷണറി സ്വഭാവമുള്ളതാണ്. കേവലം ഏതെങ്കിലും ഒരു സ്ഥാപിതമായ വിടുതലുകൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയവരല്ല നാം. ദൈവിക ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നമ്മളിൽ കൂടെ ഒരു മിഷണറി ദൗത്യം ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ആധാരം 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം എല്ലാവർക്കും സുപരിതമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ശ്രദ്ധിക്കണം, ഈ വാക്യത്തെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം, നമ്മെ എവിടെ നിന്ന് വിളിച്ചു, രണ്ട് എവിടേക്ക് വിളിച്ചു, എന്തിനു വിളിച്ചു. ഈ 3 ചിന്തകൾ മണിക്കൂർ ചിന്തിക്കേണ്ട വിഷയമാണ്. പരിമിതമായ വാക്കുകൾ കൊണ്ട് പറയാം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനകത്ത് ഒരു മിഷണറി സ്വഭാവം മറഞ്ഞു കിടക്കുന്നു. എന്ന് ചോദിച്ചാൽ 3 ചിന്തകൾ വളരെ പ്രസക്തമാണ്. പത്രോസ്ലീഹ പറയുന്നു, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. അപ്പോൾ നമ്മളെ എവിടെ നിന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. എവിടേക്ക് വിളിച്ചു? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ഒന്നാമത്തെ വിഷയമാണ് നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തിനു വിളിച്ചു. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ ആശയം എവിടെ നിന്ന് വിളിച്ചു? അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. എന്താണ് ഈ അന്ധകാരം എന്ന പദം കൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്? മരണത്തിനും അജ്ഞതയ്ക്കും പാപത്തിനും ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന പദപ്രയോഗമാണ് അന്ധകാരം എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിനകത്തും ഋഷിവര്യന്മാർ പ്രാർത്ഥിച്ചു പാടി ചോദിച്ചത്, ഈശ്വരന്മാരോട് ചോദിച്ച ചോദ്യമുണ്ട്, തമസോമ ജ്യോതിർഗമയ, ഈ ഇരുളിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണം. വെളിച്ചം ചോദിച്ച എത്രയോ ഭക്തന്മാർ ബൈബിൾ ചരിത്രത്തിലുണ്ട്. നമുക്കറിയാം, പ്രാന്തമായ അല്ലെങ്കിൽ അന്ധകാര നിബിഡമായിരിക്കുന്ന ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നമ്മൾ വാഴ്ത്തപ്പെട്ടവരായിരിക്കുന്ന കർത്താവ് തന്റെ പ്രേക്ഷിത യാത്ര നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് തങ്ക ലിപികൾ എടുത്തു വെച്ച ഒരു പ്രസക്തമായ വാക്യം, ഇരുട്ടിയിരിക്കുന്നവർക്ക് വെളിച്ചം പ്രകാശിച്ചു. എന്താണ് അവിടെ ഇരുട്ട്? വെളിച്ചവാഹിനികളുടെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകാം. പാപത്തിന്റെയും അജ്ഞതയുടെയും ഇരുട്ടിൽ വ്യാപരിച്ചു കിടന്ന ഒരു പറ്റം ജനത്തെ സത്യപ്രകാശമായി ക്രിസ്തു വെളിച്ചത്തിലേക്ക് നയിക്കുവാനായി നമ്മുടെ കർത്താവിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠകരമേറിയ ഒരു പദമാണ് ലോകത്തിന്റെ വെളിച്ചം എന്നുള്ളത്. ഞാൻ ഒത്തിരി ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവ് ഒരു
മതത്തിന്റെ വെളിച്ചമല്ല. നമ്മുടെ കർത്താവ് ഒരു രാഷ്ട്രത്തിന്റെ വെളിച്ചമല്ല. നമ്മുടെ കർത്താവ് ഒരു സംഘടനയുടെ വെളിച്ചമല്ല. നമ്മുടെ കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ്. ഇവിടെ സാമൂഹിക പരിഷ്കർത്താക്കന്മാരും മതത്തിന്റെ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഒത്തിരി പേര് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവർ മരിച്ചു കഴിയുമ്പോൾ ആ സൂചകമായി അവർ പടുത്തുയർത്തിയ കെട്ടിട സമുച്ചയങ്ങളിൽ വലിയ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: മാർഗദീപമേ ഞങ്ങളെ നയിച്ചാലും. നമുക്കറിയാം, സാമൂഹിക പരിഷ്കർത്താക്കന്മാർ അവരുടെ സമൂഹത്തെ നവീകരണത്തിലേക്കോ പ്രകാശത്തിലേക്കോ നയിച്ചിട്ടുണ്ട്. സാമൂഹിക അതുപോലെ തന്നെ സാമുദായിക പരിഷ്കർത്താക്കന്മാർ അവരവരുടെ സമൂഹത്തെ പ്രകാശിപ്പിച്ചപ്പോൾ മുഴു ലോകത്തെ പ്രകാശിപ്പിച്ച ഒരു വെളിച്ചം, അത് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നോട് ചേർന്ന് എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയും? ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ്. പ്രാകൃതവും പൈശാചികവും അനാചാര ദുരാചാര ബന്ധിതമായിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിനെ മാറ്റി ദൈവം നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന്, എവിടെ നിന്ന് വിളിച്ചു? നമ്മൾ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. രണ്ട്, എവിടേക്ക് വിളിച്ചു? ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് വിളിച്ചു. മൂന്നാമത്തതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. എന്തിനു വിളിച്ചു? സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം വിളിച്ചു എന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഓരോ വിശ്വാസിയും ഓരോ മിഷണറിയാണ്. കാലഘട്ടങ്ങൾക്ക് പിറകിലായി നമ്മുടെ നാടുകളിൽ വിദേശ മിഷണറിമാർ സുവിശേഷ ദൗത്യമായി കടന്നു വരാറുണ്ട്. അന്ന് ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ ആളുകൾ കടന്നു പോകാറുണ്ട്. ഒരുപക്ഷെ പ്രസംഗത്തോടുള്ള ഇഷ്ടം കൊണ്ട് ആരും പോയതല്ല, സായിപ്പിനെ ഒന്ന് കാണാൻ, അവരുടെ നയിക്കുന്ന രൂപമൊന്ന് പഠിക്കാൻ, കാണുവാൻ ഒക്കെ കടന്നു പോകാറുണ്ട്. മടങ്ങി വരുന്ന പലരും പറയുന്ന പ്രയോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ യോഗത്തിന് ഒരു മിഷണറി ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ പറയുന്ന വ്യക്തി അറിയുന്നില്ല ഒരു മിഷണറി ആണെന്ന്. അപ്പോൾ എന്നോട് ചോദ്യമുണ്ട്, ഇനിയും ഇത്രയും പ്രായമായ സമയങ്ങളിൽ ഈ സുവിശേഷത്തിരിക്കുന്ന പോലെ തോൾസഞ്ചി ബാഗുമിട്ട് ട്രാക്റ്റും എടുത്ത് ഒറീസയിൽ പോണമോ എന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം. എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പേ, സുവിശേഷം ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു മിഷണറിയാണ്. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും മിഷണറിയാണ്. നമ്മുടെ വീടിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ദേശത്ത് രക്ഷിക്കപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മിഷൻ ഫീൽഡ് എന്ന് കരുതി അത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടോ? സുവിശേഷീകരണം എന്നുള്ള ചിന്ത പാസ്റ്റേഴ്സിന്റെ തലമേൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു മാറുന്ന വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കണം, സുവിശേഷപരമായ ദൈവികമായ സത്യം ഇത് പാസ്റ്റേഴ്സിന് മാത്രം കൊടുത്ത ദൈവമല്ല, ചിന്തയല്ല. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും നിർവഹിക്കേണ്ട അനുഗ്രഹമായിരിക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷീകരണം, ദൈവിക ദൗത്യം ഏറ്റെടുത്ത് മുന്നുക എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെന്തക്കോസ്ത് ലോകം പരാജയം അടഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദൗത്യ ചിന്ത എന്നുള്ളത്. കൊട്ടിയും പാടിയും ആരാധനയ്ക്കകത്ത് ആത്മീകമായിരിക്കുന്ന അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചും ആലയത്തിന് നാൽച്ചുവരുകൾക്കകത്ത് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന സകല ക്രൈസ്തവരോടുമുള്ള എന്റെ പ്രബോധനം ഒന്ന് തിരിച്ചറിയണം. നാൽച്ചുവരുകൾ വിട്ട് നാശത്തിലേക്ക് പോകുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മനസ്സ് കാണിക്കുമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന സുവിശേഷ പ്രവർത്തനം അതാണ്. പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന ആധ്യാത്മിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഒരു പരിധിവരെ നല്ലതാണെങ്കിലും സുവിശേഷ ചിന്ത പലരും ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. പൗലോസ് ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: ഞാൻ പ്രവചിച്ചില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടമെന്നല്ല, ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. അപ്പോൾ ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ നന്മ പ്രാപിച്ചവർ, ദൈവിക വിടുതൽ പ്രാപിച്ചവർ ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു ദൗത്യമാണ് സുവിശേഷീകരണമായ ചിന്ത. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ പൊടി പിടിച്ച് കിടക്കുന്ന ദൗത്യചിന്ത ഇന്ന് പകൽക്കാലം ഒന്ന് കുടഞ്ഞെടുത്ത് ദൈവികമായിരിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഈ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന ബൃഹത്തായ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഭൂമിയുടെ മധ്യസ്ഥലമായിരിക്കുന്ന പാലസ്തീനിൽ ദൈവം അവരെ കൊണ്ടുവന്നു. 7 ജാതികളെയും 31 രാജാക്കന്മാരെയും നിഷ്കാസനം ചെയ്ത് ഈ ജാതിയെ അവിടെ താമസിപ്പിച്ചതിന്റെ പിന്നിലുള്ള കാരണം, ചുറ്റുപാടും പാർക്കുന്ന ജനവിഭാഗങ്ങൾ ക്രിസ്തുവെന്ന അല്ലെങ്കിൽ യഹോവയായിരിക്കുന്ന ദൈവത്തിന്റെ സത്യത്തിലേക്ക് കടന്നു വരണമെന്നും അവരുടെ അന്ധവിശ്വാസങ്ങളും അന്യദൈവ സേവകളും ഇട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരണമെന്നും യഹോവ ആഗ്രഹിച്ചു. സംഭവിച്ചു പോയതോ തിരിച്ചും ഘടകവിരുദ്ധമായ കാര്യമാണ്. അവർ ജാതികളെക്കാൾ നികൃഷ്ടന്മാരായി മാറി, ജാതികളെക്കാൾ അപജയത്തിലേക്ക് പോയി. ദൈവം ആഗ്രഹിച്ച ദൗത്യം അവരിൽ കൂടെ നടന്നില്ല. അവരിലെ പ്രവാചകന്മാർ, അവരിലെ പുരോഹിതന്മാർ ഒക്കെ അധപ്പതനത്തിന്റെ ആൾരൂപങ്ങളായി മാറി. യോദ്ധാക്കളായി പ്രവർത്തിച്ച പലരും ജീവിതത്തിന്റെ ധാർമ്മിക വശങ്ങളിൽ തകർന്നുപോയി. പുരോഹിതമായി പ്രവർത്തിച്ച പലരും മോശ ജീവിതം നയിക്കുവാനിടയായി. പ്രവാചകന്മാർ പലരും വീണുപോയി. യോദ്ധാക്കന്മാരായിരിക്കുന്ന ശിംശോൻ, അദ്ദേഹത്തിന്റെ ദാരുണ പരാജയം നമുക്കറിയാം. ഫെലിസ്തരെ പിടിച്ചു കെട്ടണമെന്നുള്ള ദൗത്യത്തിൽ ഫെലിസ്തരവനെ പിടിച്ചു കെട്ടുവാനിടയായി. ഞാൻ ചോദിക്കട്ടെ, സുവിശേഷത്തിൽ കൂടെ അനേകം നേടുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ
നമ്മെ നേടുന്ന അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? കഴിഞ്ഞ നാളുകൾക്ക് മുൻപ് ഇവിടെ പറയുന്ന ഒരു പ്രയോഗം ഞാൻ കേട്ടു. യഹോവ സാക്ഷികൾ ബോധവൽക്കരിച്ച് അവരെ യഥാർത്ഥമായ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പോയ ഒരാൾ അവസാനം യഹോവ സാക്ഷിയായി മാറിയ ഒരു ചരിത്രം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. സുവിശേഷം പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ നേടാൻ ചെല്ലുമ്പോൾ കാലോചിതമായിരിക്കുന്ന അറിവുകളും വേദപുസ്തകത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ഇല്ലാതെ ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു സത്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദൗത്യത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്ന ഒരു ഇസ്രായേലിന്റെ കഥനകഥയാണ് പഴയ നിയമത്തിന്റെ തങ്കത്താളയിൽ കിടക്കുമ്പോൾ ദൈവം ജീവൻ കൊടുത്ത് രൂപകൽപ്പന ചെയ്ത ദൈവസഭയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ദൗത്യത്തിൽ മുന്നേറണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഗദരദേശത്തിന്റെ ആ പരിമിതമായ ഭ്രാന്തമായ അന്തരീക്ഷത്തിനകത്ത് പൈശാചിക ശക്തിയുടെ ആവേശത്തിൽ ലോകത്തിന് ഭീതി കതിച്ച ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, യേശുവേ, ഞാനും നിന്റെ കൂടെ വരട്ടെ? യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വേണ്ട, എന്റെ കൂടെ നീ വരണ്ട, നീ പോയി നിന്റെ നാട്ടിൽ പോയി ഞാൻ ചെയ്തു നോക്കി നീ പ്രഘോഷിക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് ദക്കപ്പുര നാട്ടിന്റെ മണ്ണിൽ അനുഗ്രഹീതമായ പ്രഭാഷണത്തിന്റെ വാഗ്ധോരണികൾ ഉദ്ധരിച്ചുകൊണ്ട് കരുത്തുറ്റൊരു ശബ്ദമായി ഒരു കാലഘട്ടത്തിൽ ഭൈശാചിക ശക്തിയുടെ കേളിരംഗമായി മാറിയ ആ മനുഷ്യൻ ദൈവികമായിരിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടി അനുഗ്രഹീതമായ പ്രവർത്തകനായി പ്രവർത്തിച്ചതായിട്ടാണ് ഞാൻ കാണുന്നത്. നോക്കൂ, നമ്മുടെ ജീവിതമായിട്ട് ഈ ചിന്തയ്ക്ക് സാമ്യമില്ലേ? ഒരിക്കൽ ആർക്കും വേണ്ടാതെ കല്ലറയ്ക്ക് സമാനമായ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് കഴിഞ്ഞ് സമൂഹത്തിന്റെ വേലിക്കെട്ടുകൾക്കകത്ത് ആക്ഷേപം പേരുന്ന നമ്മളെ യേശുക്രിസ്തു രക്ഷിച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ ഒതുങ്ങി ഏതെങ്കിലും ഒരു കോണിലിരിക്കുന്നെങ്കിൽ ഇതൊരു നന്ദികേടല്ലേ എന്ന് ഈ പകൽ ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാകും. അതുകൊണ്ട് സഭ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിയാൻ പാടില്ല. സഭ ഈ ദൗത്യത്തിലേക്ക് മടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളുടെ ഇടയിൽ നമ്മൾ വളരെ ആവശ്യത്തോട് പറയുന്ന കാര്യമുണ്ട്. ദൂതന്മാർക്ക് പോലും കൊടുക്കാത്ത സാഹചര്യമാണ് ദൈവം എനിക്ക് തന്നത്. അവർക്ക് കൊടുക്കാൻ കഴിയാത്ത, അവരെ കൊണ്ട് നിർവഹിക്കാൻ കഴിയാത്ത സുവിശേഷ ദൗത്യമാണ് ദൈവം എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പ്രശംസിക്കാറും പുകഴാറുമുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളൊന്ന് തിരിച്ചറിയണം, ദൂതന്മാർ നമ്മൾ കരുതുന്നത് പോലെ ബലഹീനരല്ല. അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി ഒരു രാത്രിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ചരിത്രമുണ്ട്. അത് മാത്രമല്ല, വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാരുടെ കയ്യിൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് ദൂതന്മാരെ കൊണ്ട് ഈ ദൗത്യം നിർവഹിക്കാത്ത കാരണം യേശുക്രിസ്തു രക്തം കൊടുത്ത് വീണ്ടെടുത്തത് ദൂതന്മാരെയല്ല, ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെയും ഈ പ്രസംഗിക്കുന്ന എന്നെയുമാണ്. അതുകൊണ്ട് ദൂതന്മാരെ ആക്ഷേപിച്ചോ അടിച്ചമർത്തിയോ കർത്താവ് പറ്റിയിട്ടില്ല. ഒന്ന് മനസ്സിലാക്കണം, ദൂതന്മാർക്ക് സുവിശേഷം അറിയാനുള്ള കഴിവുണ്ട്. അവരെ മാറ്റി നിർത്തിക്കുന്നത് ഹല്ലേലൂയ, ഈ ജീവൻ നൽകി രക്തം നൽകി വീണ്ടെടുത്ത ദൈവത്തിന്റെ സഭയെ ദൈവം ഈ ലോകത്തെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിലൂടെ ഈ കൃത്യം നിർവഹിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൂതന്മാർക്ക് കഴിവ് കെട്ടവരായതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചതല്ല. ദൈവത്തിന് നമ്മെ കൂടെ നാം പ്രാപിച്ച വിടുതലുകളെ പോഷിക്കണമെന്നുള്ള ദൈവത്തിന്റെ വലിയ നീതിയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളതെന്ന് ദൈവം മക്കൾ മനസ്സിലാക്കണം. അപ്പോൾ തിരിച്ചറിയണം, ദൈവം തന്നിരിക്കുന്ന ഈ ദൗത്യത്തെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയിക്കേണ്ടത്. സ്ലാങ്ങിരിക്കുന്ന പൗലോസ് പറഞ്ഞ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. ഈ മഹാനിയോഗം നാം നിർവഹിക്കുന്നത് എന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, സമൂഹത്തിന്റെ ഉദാഹരണത്തിന് വേണ്ടിയാണെന്ന് ഒക്കെ നമ്മൾ പറയുമ്പോൾ കാലഘട്ടങ്ങൾക്ക് ബദലായി പാപത്തിന്റെ കരിമ്പടം പുതച്ച് അപൂർണതയുടെ കൂത്തരങ്ങായി മാറിയ മനുഷ്യൻ. ശ്രദ്ധിക്കൂ, എവിടെയും മനുഷ്യൻ അപൂർണനാണ് തെളിയിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എത്രയാണ്. വീടുകളും വീഥികളും ഒക്കെ നിരീക്ഷണത്തിന്റെ പാതയിലാണ്. പെട്രോൾ പമ്പില്, തുണിക്കടയിലൊക്കെ ചെന്നാൽ ഇന്ന് സർവ്വസാധാരണമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. എന്താണ് സ്വകാര്യതയിലേക്കുള്ള ഒരു എത്തിമട്ടമായി നമുക്കിത് തോന്നാം. വീഥികളൊക്കെ നിരീക്ഷണ ക്യാമറകൾ. എന്താ ഇതിന്റെ അർത്ഥം? സാഹചര്യങ്ങൾ അനുവദനമായി വന്നാൽ എല്ലാവരും പാപം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും പല രാത്രിയിലും പ്രസംഗം കഴിയും. കോട്ടയത്തിൽ വന്നിറങ്ങുമ്പോൾ പല രാത്രിയിലും പോലീസ് അധികാരികൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, എവിടെ പോയതാ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗത്തിന് പോയതാ, ഞാനൊരു സുവിശേഷകനാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഊതിയച്ചു പോയാൽ മതി. അപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഒരാളാണ്, ഞാൻ അതിന് ഊതണം. അവർക്കറിയാം സാഹചര്യങ്ങൾ അനുവദനീയമായി വന്നാൽ മനുഷ്യൻ തെറ്റിലേക്കും അപജയത്തിലേക്കും പോകുമെന്ന് ആരെഴുതി കൊടുക്കാത്ത ഒരു വലിയ പ്രബലമായ ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നെ കേൾക്കുന്ന നമ്മളെ ആർക്കും വിശ്വാസമല്ല. നമ്മളെല്ലായിടത്തും അപൂർണരാണ്. മദ്യപിക്കുന്നവർ ഒന്നിലധികം പ്രാവശ്യം മദ്യപിക്കുന്നു. സിനിമ കാണുന്നവർ ഒന്നിലധികം പ്രാവശ്യം സിനിമ കാണാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. സ്ത്രീകളെയും പുരുഷന്മാരും മാറി മാറി അനേകർ ഉപയോഗിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? പൂർണ്ണത കൈവരിക്കാൻ കഴിയാത്ത എന്തോ ഒരു മേഖല മനുഷ്യരുണ്ട്. എന്താണ് മനുഷ്യരെ അപൂർണതയുടെ കാരണം എന്ന് പറയുന്നത്?
പാപം മനുഷ്യനെ അപൂർണരാക്കി മാറ്റി, ഏതൻ നഷ്ടപ്പെടുത്തി, ദൈവിക ബാന്ധവം നഷ്ടപ്പെടുത്തി, കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ശൂന്യനായി മാറിയിരിക്കുന്ന ഈ മനുഷ്യൻ ദൈവത്തോട് പൂർണ്ണനാകാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിനകത്താണ് യാഗയോഗാദികളും ഇവിടെ വർദ്ധിച്ചു വന്നത്. ആടുകളുടെ രക്തം മാറുപോലെ ഒഴുക്കി, കാളകളുടെ രക്തം കായലുപോലെ ഒഴുക്കി അപൂർണത വൈകരിക്കാൻ മനുഷ്യൻ നെട്ടോട്ടം ഓടിയപ്പോൾ ഏകയാഗമായി പരമയാഗമായി കാലത്തിന്റെ തികവിൽ ഇറങ്ങി വന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ കൂടെ മാത്രമേ മനുഷ്യന്റെ അപൂർണതകൾ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരോ അക്രൈസ്തവരോ ആയിരിക്കുന്ന ശ്രോതാക്കൾ കാണാം, ഇതിന്റെ മതത്തിലുള്ളവർ പക്ഷേ ശ്രമിക്കുന്നുണ്ടാകാം. സ്നേഹിത, താങ്കൾ പാപിയാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ ആ പാപത്തിന്റെ നീതീകരണത്തിനും അതിന് പരിഹാരത്തിനും താങ്കളുടേതായിരിക്കുന്ന ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പൂർണ്ണതയ്ക്ക് വേണ്ടിയൊക്കെ താങ്കൾ അക്ഷീണം പരിശ്രമിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണം. പാപത്തെ കഴുകിക്കളയുന്ന ഒരു ജലാശയം ഇവിടെ ഇല്ല. പാപത്തെ മാറ്റാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു തീർത്ഥ കേന്ദ്രങ്ങൾ ഇവിടെ ഇല്ല. ഒന്നേ ഉള്ളൂ. ബൈബിൾ വിളിച്ചു പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകെ തുക, അപൂർണനായിരിക്കുന്ന മനുഷ്യനെ പൂർണ്ണനാക്കി മാറ്റണമെങ്കിൽ ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ ലോകത്തിനും അവതരിപ്പിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതം കർത്താവിന് ആവശ്യമുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത, നിന്റെ അതരത്തെ എന്റെ കർത്താവ് ചോദിക്കുക. നിന്റെ കണ്ണുകളെയും നിന്റെ കാതുകളെയും നിന്റെ കാലുകളെയും യേശു ചോദിക്കുക. അനേകരെ തൊട്ട് സുഖപ്പെടുത്തുവാൻ, അനേക വേദികളിൽ നിൽക്കുവാൻ, അനേകരോട് പ്രവചിക്കുവാൻ, പ്രസംഗിക്കുവാൻ, ആശ്വാസ വാക്കുകൾ പറയാൻ നിന്റെ അതരത്തെ എന്റെ കർത്താവ് ചോദിക്കുക. ഒരു ഭാവനാത്മകമായിരിക്കുന്ന കഥ കൂടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗത്തിന് ഇവിടെ അവസാന ബിന്ദു കുത്താം. ഭാവനയാണെങ്കിലും അല്പം കാര്യമില്ലാതില്ല. സ്വർഗാരോഹണം കഴിഞ്ഞ ശേഷം നമ്മുടെ കർത്താവ്, ക്രൂശീകരണം കഴിഞ്ഞ ശേഷം നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് ചെല്ലുന്നു. ആ ഭാവനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഊഷ്മമായിരിക്കുന്ന സ്വീകരണങ്ങൾ ദൂതവൃന്ദം നൽകി. കൈ കരഘോഷത്തോടുകൂടെ ദൂതസഞ്ചയങ്ങൾ യേശുവിനെ സ്വീകരിച്ച് അവന് വേണ്ടി മാറ്റിയിരുത്തിയിരിക്കുന്ന ഒരു കസേരയിൽ കൊണ്ടിരുത്തി. സദസ് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ മുൻപോട്ട് വന്ന് ചോദിച്ചു, യേശുവേ, ക്രൂശീകരണം എങ്ങനെ ഉണ്ടായിരുന്നു? യേശു പറഞ്ഞു, വളരെ ഭീകരമായിരുന്നു. എന്റെ രണ്ട് കൈയിലും കാണുന്ന ആണിത്തുളകൾ, കാലുകളിൽ കാണുന്ന ആണിത്തുളകൾ അതിന്റെ ഭീകരതയെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ ദൂതൻ ചോദിച്ചു, ഇതിന് പ്രത്യുപകാരമായി മനുഷ്യർ എന്തു ചെയ്യും? യേശു പറഞ്ഞു, അവരെന്നെ കുറിച്ച് ലോകത്തോട് പറയും. ദൂതൻ വിട്ടില്ല. ദൂതൻ തിരിച്ചു പ്രതിവരിച്ചു, പറഞ്ഞില്ലെങ്കിലോ? യേശു പറഞ്ഞു, പറയും. അടിമുതൽ മുടി വരെ രക്തത്തിൽ കുളിക്കപ്പെട്ട്, തലയിൽ മുക്കിയിടം അടിക്കപ്പെട്ട്, ആപാദയുടെ രക്തത്തിൽ കുളിക്കപ്പെട്ടവനായി എന്നെ കണ്ട് മനുഷ്യ ഹൃദയങ്ങൾ വെമ്പൽ കൊണ്ടു. കണ്ണുള്ളവർ കണ്ണുപൊത്തി, ഹൃദയം തകർന്ന അനേകർ വാവിട്ട് കരഞ്ഞു. ആ നീചമായ ആ മരണം ഞാൻ ഏറ്റത് കൊണ്ട് അവർ എന്നെ കുറിച്ച് ലോകത്തോട് പറയും. ദൂതൻ ചോദിച്ചു, പറഞ്ഞില്ലെങ്കിലോ യേശുവേ? അവര് പറഞ്ഞു, പറയും. ആടുകളുടെ രക്തം ആറുപോലെ ഒഴുക്കിയിട്ടും കാളകളുടെ രക്തം കായലുപോലെ ഒഴുക്കിയിട്ടും മാനവകുലത്തിന്റെ പാപം പരിഹരിക്കപ്പെടാതിരുന്നപ്പോൾ ഞാൻ ചങ്കല ചോര കൊടുത്താണ് അവരെ വീണ്ടെടുത്തത്. അവരെന്നെ കുറിച്ച് ലോകത്തോട് പറയും. ദൂതൻ വിട്ടില്ല. ദൂതൻ ചോദിച്ചു, പറഞ്ഞില്ലെങ്കിലോ? യേശു പറഞ്ഞു, പറയും. കാരണം സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കാനോ അവനെ വീണ്ടെടുക്കാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിഞ്ഞില്ല. ഞാനാണ് അവസാനത്തോട് രക്തം വരെ ഊറ്റി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചത്. അതുകൊണ്ട് എന്നെ കുറിച്ച് അവർ ലോകത്തോട് പറയും. ദൂതൻ വളരെ ശബ്ദത്തിന് വളരെ ഗാംഭീര്യത വർദ്ധിപ്പിച്ചുകൊണ്ട് ദൂതൻ ചോദിച്ചു, പറഞ്ഞില്ലെങ്കിലോ? അപ്പൊ യേശു ശാന്തം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോലും, അവർ പറഞ്ഞില്ലെങ്കിൽ ഇനി എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത, അടുത്ത നിമിഷങ്ങളിൽ ഉപജീവന വഴികളിലേക്കോ മിനിസ്ട്രിയിലേക്കോ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കോ വേണ്ടി ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ആ യേശുവിൽ ശാന്തമായിരുന്ന്, ഒരു ഭാവനയാണെങ്കിലും അതിനകത്ത് കാര്യമില്ലാതില്ല. ആ ഭാവനാത്മകമായിരിക്കുന്ന കഥയ്ക്കകത്ത് മൗനമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരട്ടെ. അത് മറ്റൊന്നുമില്ല, യേശു പറഞ്ഞ വാക്ക്, അവർ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറ്റൊരു വഴിയുമില്ല. ഈ പകൽക്കാലം ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, കാലഘട്ടങ്ങൾക്ക് പിറകിലായി യെശയ്യാവിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യം ഈ കാലഘട്ടത്തോട് എന്തും യോഗ്യമായ ചോദ്യമാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ എനിക്ക് വേണ്ടി പോകും? നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നവരാകട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങിത്തിരിച്ച കാലം മുതൽ ഇന്ന് വരെ എത്രയോ നന്മകൾ യേശു ജീവിതത്തിൽ ചെയ്തു, എത്ര കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പ്രാപിച്ചു, എത്രയോ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, എത്ര ഇടതലുകൾ കണ്ടു. ഒരു നിമിഷമെങ്കിലും, ഒരു വാക്കിലെങ്കിലും ഒരാളോടെങ്കിലും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പങ്കുവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം എന്നുള്ള പൗലോസിന്റെ വാക്ക് ഞാൻ ഇത്തരണത്തിൽ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. യേശു ക്രിസ്തു പറഞ്ഞ ദൗത്യത്തെ ചെറുസ വഹിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാകാൻ ഇന്ന് പൽക്കാലം എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഏതുമാകട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുണ്ട്, ക്രിസ്തുവിന്റെ മഹാന്യോഗം മെച്ചപ്പെടുത്തുകൊണ്ട് കാലഘട്ടത്തിന്റെ ശബ്ദമാകാൻ താല്പര്യമുണ്ട്. മറ്റേ സാഹചര്യങ്ങളെ തിരത്തള്ളലുകളൊക്കെ നിങ്ങളെ പുറകോട്ട് പിടിക്കുമ്പോൾ വചനം വിളിച്ചു പറയുന്നു, ദൈവത്തെ കൊണ്ട് അസാധ്യമായ ഒന്നുമില്ല, ദൈവത്തെ കൊണ്ട് കഴിയാത്തതായിട്ടിരിക്കുന്ന ഒരു കാര്യമില്ല. ഈ കൊച്ചുപ്രായത്തിനിടയ്ക്ക് തീച്ചുളയിൽ കൂടെ ഒക്കെ കടത്തിക്കൊണ്ടുവന്ന് ഈ സുവിശേഷ വേലയിൽ അല്പമായി പ്രവർത്തിക്കുവാൻ എളിയ നൽകിയ കൃപയെ
നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, സ്നേഹിത, നിന്റെ ശബ്ദത്തെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. നിന്റെ കാലുകളെയും കൈകളെയും എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. അനേക വേദികളിൽ നിൽക്കുവാൻ, ക്രിസ്തുവിന്റെ പകരക്കാരനായി നിൽക്കുവാൻ, ഒരു പാത്രമാകുവാൻ, ക്രിസ്തുവിന്റെ പത്രമാകുവാൻ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം മടങ്ങിക്കിടക്കുന്ന, മുടങ്ങിപ്പോയ, ഉദാസീനത കരുതിക്കൊണ്ട് ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഔത്യചിന്തകൾ പൊടികൊട്ടി ഒന്നെടുത്ത് കളഞ്ഞിട്ട് ഒന്ന് എഴുന്നേൽക്കൂ. യേശു ക്രിസ്തു പറയുന്നു, കാലം ആസന്നമായി, ക്രിസ്തു വരവ് ആസന്നമായി. നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. യേശു പറയുന്നു, ഒറ്റയ്ക്കല്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഈ പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഈ സന്ദേശത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്കകത്ത് ഭാരപ്പെടുന്നെങ്കിൽ, ഈ പകൽക്കാലം ഉണർന്നെഴുന്നേറ്റപ്പോൾ ഇങ്ങനെ ഒരു പ്രഭാതം കണ്ടില്ലായിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെയുള്ള ഭയങ്ങൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ കടന്നു പോകുന്നത് ഒരു രോഗാവസ്ഥയിലായിരിക്കാം. മാനസികമായ സംഘർഷങ്ങളും വേദനകളും ഈ പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു നൊമ്പരങ്ങളായി അവശേഷിക്കുന്നുണ്ടാകാം. സ്നേഹിതരെ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന് വിഷയമല്ല. നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവ് സർവ്വവ്യാപിയായ ദൈവമാണ്. അവൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെയുമുണ്ട്, പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും അവിടെയും നടത്തുന്ന സർവ്വവ്യാപിയായിരിക്കുന്ന ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്ന മുറിക്കകത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് എന്നോട് ചേർത്ത് കണ്ണുകൾ അടയ്ക്കാം. ഒരു നല്ല സുവിശേഷകനായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിഷേകം ജ്വലിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ കോട്ട് ചെയ്യട്ടെ, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ സുവിശേഷം ചെയ്യേണ്ടത്? പൗലോസിന്റെ ഒരു വാക്കുകൂടെ ഇവിടെ ശ്രദ്ധേയമാണ്. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും ഉപദേഷ്ടാവുമായി നിയമിച്ചിരിക്കുന്നു. പ്രവചിച്ചാലും പ്രസംഗിച്ചാലും പ്രബോധം പറഞ്ഞാലും അതിനകത്തൊരു സുവിശേഷം പറഞ്ഞു കിടക്കണം. ഞാൻ എൻ്റെ ആവേശത്തിൽ എന്ന് പറഞ്ഞോട്ടെ, വീടുകളിൽ നടത്തുന്ന കുടുംബ പ്രാർത്ഥന, സമയപ്രാർത്ഥനയ്ക്ക് അകത്ത് പോലും ഒരു ചിന്ത മറഞ്ഞു കിടക്കണം. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പോയവർ നമ്മുടെ വീടുകൾ പാടിയ പാട്ട് കേട്ട് അവർ വഴിവെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നൈരാശ്യം നേരിടുന്നവരൊക്കെ നമ്മുടെ വീടുകൾ ഉറക്കെ വായിച്ച വചനങ്ങൾ കേട്ട് മാനസപ്പെട്ട ചരിത്രങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് അകത്ത് പോലും ഒരു ദൗത്യ ചിന്ത മറഞ്ഞു കിടക്കണം, ഒരു മിഷണറി ചിന്ത മറഞ്ഞു കിടക്കണം, അനേകരെ നേടുന്ന ഒരു ചിന്ത മറഞ്ഞു കിടക്കണം. അതിനായി ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ ലൈവിൽ എന്നെ ശ്രവിച്ച എല്ലാ കേൾവിക്കാർക്കായി സ്തോത്രം. ഇന്ന് പകൽ അവർ കടന്നു പോകുന്ന എല്ലാ മേഖലകൾക്കായി നന്ദി. കർത്താവേ, അവരുടെ വിഷയങ്ങൾക്ക് നീ മറുപടി കൊടുക്കണം. ഇപ്പോൾ രോഗങ്ങളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് അവരെ വിടുവിക്കണം. മാനസികമായ സംഘർഷങ്ങളിലും നിരാശയിലും ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ യേശുവിൻ നാമത്തിൽ അവരുടെ എല്ലാ രോഗബന്ധനങ്ങൾ അഴിയാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. കർത്താവെ, ജീവിതത്തിലെ വഴിത്താരകളിൽ ദൗത്യചിന്ത മറക്കുന്നവരായിട്ടല്ല, കർത്താവിന്റെ ശബ്ദങ്ങളായി ഈ കാലഘട്ടത്തിന്റെ വക്താക്കളായി തീരുവാൻ ഈ സന്ദേശം കേൾക്കുന്ന ഏവർക്കും സർവശക്തൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകലൊരു അനുഗ്രഹീതമായ പ്രഭാതം യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ പോകുന്ന മേഖല, ജോലി മേഖല, യാത്രകളിലെല്ലാം ദൈവശക്തി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മീയ സംരംഭങ്ങൾക്കായി സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന അഭിഷക്തന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ ലൈവിൽ എന്നെ ശ്രവിച്ച നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ ശബ്ദവും ദൈവിക അനുഗ്രഹങ്ങളും ഒക്കെ പകർന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള വലിയ ആഹ്വാനം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് നിന്ന് വിരാമിക്കുന്നു. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ദൈവദാസന് നന്ദി അറിയിക്കുന്നു.